നമസ്കാരം. വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും പരിശോധിക്കാം. ഞാൻ സുഹൈൽ മുഹമ്മദ്. ആദ്യം നോക്കാം പ്രധാന വാർത്ത. ആശ്രിത നിയമനത്തിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി സർക്കാർ. സ്വമേധയാ വിരമിച്ച് ജീവനക്കാർ മരിച്ചാൽ ആശ്രിതർക്ക് നിയമന യോഗ്യതയില്ല. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ മരിച്ചാൽ ആശ്രിത നിയമനം ലഭിക്കില്ല. ജീവനക്കാരൻ മരണമടയുന്ന തീയതികളിൽ 13 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ആശ്രിതരാവണമെന്നും സർക്കാർ. നിറത്തിന്റെ പേരിൽ നേരിട്ട അധിക്ഷേപം തുറന്നു പറഞ്ഞതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് പിന്തുണയുമായി കേരളം. ചീഫ് സെക്രട്ടറിക്ക് ഒപ്പം വന്ന മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും. കറുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നതിൽ പോരാട്ടത്തിലേക്കെന്ന് ശാരദാ മുരളീധരൻ. ചീഫ് സെക്രട്ടറിയുടെ വൈകാരിക ഫേസ്ബുക്ക് പോസ്റ്റിൽ സോഷ്യൽ മീഡിയയിലും സജീവ ചർച്ച. കൊടകര കുഴൽപ്പണക്കേസിൽ 24 തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് പോലീസ്. കോടതിയിൽ തുടരന്വേഷണ റിപ്പോർട്ട് നൽകി. കുഴൽപ്പണത്തിന് BJPയുമായി ബന്ധമില്ലെന്ന് ED കുറ്റപത്രം തള്ളി തിരൂർ സതീഷ്. BJP നേതാക്കൾ ED സംരക്ഷിച്ചെന്ന് VD സതീശനും MV ഗോവിന്ദനും. ED കുറ്റപത്രത്തിനെതിരെ തൃശൂരിൽ CPIM പ്രതിഷേധം. ഇംപാക്ട്. വയനാട് മാനന്തവാടിയിലെ അനധികൃത മനുഷ്യപരീക്ഷണ നീക്കത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ഇടപെടലുമായി പട്ടികവർഗ വകുപ്പും. സർക്കാർ അനുമതിയില്ലാതെ ആരോഗ്യ പരീക്ഷണത്തിനെത്തിയ ബയോമെഡിക്കൽ ഏജൻസിയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി OR കേളു. തവിഞ്ഞാൽ പഞ്ചായത്തിലെ ഉന്നതിയിൽ സംഘമെത്തിയത് പട്ടികവർഗ വകുപ്പിന്റെ എതിർപ്പ് മറികടന്നു. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ സഹായത്തിൽ വ്യക്തത വരുത്തി കേന്ദ്ര സർക്കാർ. വിവിധ വകുപ്പുകൾക്ക് അക്കൗണ്ടിൽ നേരിട്ട് പണം എത്തിക്കും. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി. ടൗൺഷിപ്പിന് നാളെ മുഖ്യമന്ത്രി തറക്കല്ലിടും. ഹർജിയുമായി എൽസ്റ്റൺ എസ്റ്റേറ്റ് വീണ്ടും ഹൈക്കോടതി. തിരുവനന്തപുരത്തെ എമിഗ്രേഷൻ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ഫോൺ കോളുകളിൽ അസ്വാഭാവികതയില്ലെന്ന് പോലീസ്. അവസാന ഫോൺ കോളുകളുടെ ദൈർഘ്യം സെക്കൻഡുകൾ മാത്രം. ആത്മഹത്യയ്ക്ക് കാരണം പ്രണയ നൈരാശ്യം തന്നെയെന്ന് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ സുപ്രീം കോടതിക്ക് കടുത്ത അതൃപ്തി. ജഡ്ജിക്ക് രൂക്ഷ വിമർശനം. തികഞ്ഞ അശ്രദ്ധ പ്രകടമെന്നും പരാമർശങ്ങൾ വേദനിപ്പിക്കുന്നതെന്നും സുപ്രീം കോടതി. വിധിന്യായത്തിലെ വിവാദ പരാമർശങ്ങൾ സ്റ്റേ ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്തിനായി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. വായ്പയായി പണം അനുവദിക്കാമെന്ന കേന്ദ്ര നിർദ്ദേശം അംഗീകരിച്ചു. VGF ലഭിക്കുക 818 കോടി രൂപ. തീരുമാനം ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. ഗ്രാന്റായി പണം നൽകണമെന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച തുടരുമെന്ന് മന്ത്രി VN വാസവൻ. ലഹരിക്കും ആക്രമണത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്ര കോട്ടയം ജില്ലയിൽ 2ാം ദിനം. തിരുനക്കരയിലും പുതുപ്പള്ളിയിലും പിന്തുണയുമായി ആയിരങ്ങൾ. യാത്ര നാളെ ഇടുക്കി ജില്ലയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച കേസിൽ പ്രതികളായ DYFI പ്രവർത്തകരെ വെറുതെ വിട്ട് കോടതി. കോഴിക്കോട് പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടെ നടപടി തെളിവുകളുടെ അഭാവത്തിൽ. വിചാരണയ്ക്കിടെ സുരക്ഷാ ജീവനക്കാരൻ മൊഴി മാറ്റിയതും തിരിച്ചടിയായി. കേസിന് ആസ്പദമായ സംഭവം 2022. രാഹുൽ ഗാന്ധിക്കെതിരായ ലോക്സഭാ സ്പീക്കറുടെ നിലപാടിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. കുടുംബാംഗങ്ങൾ സഭയിൽ അംഗങ്ങളായിരുന്നു എന്നതുകൊണ്ട് പ്രത്യേക അവകാശം നൽകാൻ കഴിയില്ലെന്ന പരാമർശത്തിൽ പ്രതിഷേധം. സഭയിൽ സംസാരിക്കാൻ സ്പീക്കർ അനുവദിക്കുന്നില്ലെന്ന സഭാചട്ടം ഓർമ്മിപ്പിച്ച് രാഹുൽ ഗാന്ധി. 24 ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം സർക്കാർ നേരിട്ട് നടപ്പാക്കും. യോഗ്യരായവരെ കണ്ടെത്താൻ സമിതി രൂപീകരിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാനതല സമിതിയുടെ ചെയർമാൻ. സർക്കാർ നേരിട്ട് നടപ്പാക്കുക. 3% നിയമനം. തനിക്കെതിരായ സാമ്പത്തിക തട്ടിപ്പാരോപണം തള്ളി സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ. ഉയരെ സംഗീത നിശയിലെ പാർട്ണറായിരുന്ന നിജുരാജ് തന്റെ കമ്പനിയാണ് വഞ്ചിച്ചതെന്നും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നതാണെന്നും ഷാൻ റഹ്മാൻ. നിരോധിത മേഖലയിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയതിന് ഷാനെതിരെ എറണാകുളം സൗത്ത് പോലീസ് പുതിയ കേസെടുത്തു. ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടി പുതുച്ചേരി സർക്കാർ. 10,000 രൂപയിൽ നിന്ന് 18,000 രൂപയായി ഉയർത്തി. നിയമസഭയിൽ പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി N രംഗസ്വാമി. സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കേഴ്സിന്റെ നിരാഹാര സമരം 7ാം ദിവസത്തിൽ. ഇടതു സർക്കാർ ആശമാരെ അവഹേളിക്കരുതെന്ന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ. സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം തടയാൻ ഫെഫ്ക. സിനിമാ സെറ്റുകളിൽ ലഹരി വിരുദ്ധ ജാഗ്രതാ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. ജാഗ്രതാ കമ്മിറ്റികൾ വരുന്നതോടെ പുറത്തുനിന്നുള്ള പരിശോധനകളുടെ ആവശ്യം വരില്ലെന്നും B ഉണ്ണികൃഷ്ണൻ. അർജന്റീന ഫുട്ബോൾ ടീം ഒക്ടോബർ മാസത്തിൽ കേരളത്തിലെത്തും. പ്രദർശന മത്സരത്തിൽ കളിക്കുമെന്ന ടീമിന്റെ ഇന്ത്യയിലെ സ്പോൺസർമാരായ HSBC സന്ദർശന വിവരം അറിയിച്ച് വാർത്താക്കുറിപ്പ് പുറത്തിറക്കി.
അനധികൃതമായി സാമൂഹികക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതിന് സസ്പെൻഡ് ചെയ്ത റവന്യൂ വകുപ്പിലെ 16 ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തു. പെൻഷൻ വാങ്ങിയ തുകയും 18% പലിശയും സർക്കാരിലേക്ക് തിരിച്ചടച്ചതിന് പിന്നാലെയാണ് സസ്പെൻഷൻ നടപടി പിൻവലിച്ചത്. ചാലക്കുടി നഗരത്തിൽ കണ്ടത് പുലി തന്നെയെന്ന് സ്ഥിരീകരിച്ച് വനം വകുപ്പ്. പുലിയെ കണ്ടെത്താൻ പരിശോധന തുടങ്ങിയതായി ചാലക്കുടി DFO. പുലിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. MDMA കൈവശം വെച്ച കേസിൽ 2 പ്രതികൾക്ക് 10 വർഷം ശിക്ഷ. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ ഉത്തരവ്. 2023 കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് 334 ഗ്രാം MDMA പിടിച്ച കേസിൽ ശിക്ഷിച്ചത് പ്രതികളായ അമീർ, സൂസി ബോൾ എന്നിവരെ. $500 കോടി രൂപയുടെ ഇറീഡിയം തട്ടിപ്പ് കേസിൽ വീണ്ടും പരാതി. 10 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഹരിദാസിന്റെ മുൻ ഡ്രൈവർ അനീഷ് കുമാർ പരാതി നൽകി. 1 ലക്ഷം നൽകിയാൽ 1 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പെന്ന് അനീഷ് കുമാർ. INTUC-യിൽ പോര്. സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെതിരെ ദേശീയ സെക്രട്ടറി K സുരേഷ് ബാബു. സംഘടനയെ പിണറായി വിജയൻ അടിയറ വെച്ചെന്ന് വിമർശനം. തന്റെ പ്രവർത്തനങ്ങളിൽ K സുരേഷ് ബാബുവിന് അസൂയെന്ന് R ചന്ദ്രശേഖരൻ. ലഹരിക്കെതിരെ സർക്കാരിന്റെ കർമ്മ പദ്ധതി വൈകിയെന്ന് KCBC. കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും വ്യാപനം ഒരുപോലെ തടയണമെന്ന KCBC മദ്യവിരുദ്ധ സമിതി സർക്കാർ വിളിച്ച യോഗത്തിലേക്ക് ക്ഷണിച്ചില്ലെന്നും വിമർശനം. സ്വകാര്യ സർവകലാശാല ബില്ലിൽ സംസ്ഥാന സർക്കാരിനെ പരിഹസിച്ച് ഡോക്ടർ ശശി തരൂർ MP. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് 19ാം നൂറ്റാണ്ടിന്റെ പ്രത്യയശാസ്ത്രമെന്ന വിമർശനം. ഉന്നത വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ സംസ്ഥാനം വിടുന്നതിൽ ആശങ്ക അറിയിച്ച് ഗവർണർ. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റമുണ്ടാകണമെന്നും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. മലപ്പുറം പാണ്ടിക്കാട് ഉത്സവത്തിനിടെ ഉണ്ടായ വെടിവെപ്പിൽ 3 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10 ആയി. മുഖ്യമന്ത്രി റഫീഖ് ഇപ്പോഴും ഒളിവിലാണ്. വിദ്യാർത്ഥികളുടെ പരീക്ഷാ കോപ്പിയടി തടയാൻ ഉത്തരവിറക്കി മലപ്പുറം ജില്ലാ കളക്ടർ. കോപ്പിയടിക്കാൻ പാഠഭാഗങ്ങൾ മൈക്രോ കോപ്പി എടുക്കുന്നതിനെതിരെ കളക്ടറുടെ നടപടി. ഇടപെടൽ. കോപ്പിയടിക്കാൻ കുട്ടികളെ സഹായിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുവെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെ 24 ഇംപാക്ട്. പോക്സോ കേസിലെ പ്രതിയെ വിദേശത്തു നിന്നും പിടികൂടി കേരള പോലീസ്. റിയാദിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് മണ്ണാർക്കാട് സ്വദേശി ഷെഫീഖിനെ. പ്രതിയെ പിടികൂടിയത് ഇന്റർപോളിന്റെ സഹായത്തോടെ. കാസർകോട് BJP പ്രവർത്തകൻ ജ്യോതിഷ് വധശ്രമ കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. SDPI പ്രവർത്തകരായ റഫീഖ്, സാബിർ, ഹമീദ്, അഷ്റഫ് എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. ഉത്തരവ് കാസർകോട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേത്. സിനിമാ ആസ്വാദകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ നാളെ തിയേറ്ററുകളിൽ. ആദ്യ ഷോ രാവിലെ 6 മണിക്ക്. ചിത്രം ശ്രീ ഗോകുലം മൂവീസ്, ആശീർവാദ് സിനിവാസ് എന്നിവയുടെ ബാനറിൽ. ബംഗളൂരുവിൽ നിന്ന് KSRTC ഡ്രൈവറുടെ പക്കൽ വളർത്തുപാമ്പിനെ പാഴ്സലാക്കി നൽകി. KSRTC ആഭ്യന്തര വിജിലൻസ് പാമ്പിനെ പിടികൂടിയത് തിരുവനന്തപുരം ഡിപ്പോയിൽ വെച്ച്. ബാൽ പൈത്തൺ ഇനത്തിൽപ്പെട്ട പാമ്പ് പാഴ്സലായി വന്നത് പെറ്റ് ഷോപ്പ് ഉടമയുടെ മേൽവിലാസത്തിൽ. തമിഴ്നാട്ടിൽ BJP-യുമായുള്ള സഖ്യസാധ്യത തള്ളാതെ AIADMK. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അക്കാര്യങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമുള്ള ചർച്ചയ്ക്ക് ശേഷം AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി. മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തണമെന്ന് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടെന്നും എടപ്പാടി പളനിസ്വാമി. കരുവന്നൂർ കേസിൽ ഹാജരാകാൻ K രാധാകൃഷ്ണന് സാവകാശം അനുവദിച്ച് ED. മൊഴി രേഖപ്പെടുത്താൻ ഏപ്രിൽ 8-ന് കൊച്ചി ഓഫീസിൽ എത്തണമെന്ന് നിർദ്ദേശം. BJP തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് VV രാജേഷിനെതിരെ പോസ്റ്ററുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന്റെ തോൽവിക്ക് കാരണം VV രാജേഷാണെന്ന ആരോപണം. പോസ്റ്ററുകൾ പതിച്ചത് ജില്ലാ കമ്മിറ്റി അന്വേഷിക്കും. സംഭവത്തിൽ പാർട്ടി പോലീസിൽ പരാതി നൽകി. KSRTC കണക്ക് സമർപ്പിച്ചില്ലെന്ന് CAG റിപ്പോർട്ടിലെ പരാമർശം ശരിയല്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. KSRTC എല്ലാ കണക്കുകളും സമർപ്പിച്ചിട്ടുണ്ട്. CAG കാണാതിരിക്കുന്നതാകാമെന്നും ഗതാഗത മന്ത്രി. ഇനി നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. കൊല്ലം പത്തനാപുരത്ത് കുഞ്ഞ് ജനിച്ചതിന്റെ ആഘോഷത്തിന് ലഹരിപ്പാർട്ടി നടത്തിയ കേസിൽ 4 പേർ പിടിയിൽ. എക്സൈസ് പിടിയിലായത് തിരുവനന്തപുരം സ്വദേശികളായ വിപിൻ, വിവേക്, കിരൺ, ടെർബിൻ എന്നിവർ. വയനാട് വൈത്തിരി പൊഴുതണയിൽ പോലീസിന്റെ MDMA വേട്ട. 35 ഗ്രാം MDMA-യുമായി മുട്ടിൽ സ്വദേശി സാജിദ് കസ്റ്റഡിയിൽ. പരപ്പനങ്ങാടി നെടുവ അയ്യപ്പൻകാവ് ശ്രീ ശാസ്താക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കുംഭാഭിഷേകം. ഈ മാസം 30-ന് രാവിലെ എടവം രാശിയിലാണ് പുനഃപ്രതിഷ്ഠ നടക്കുക. ശ്രീ മൂകാംബിക റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ക്ഷേത്രം.
ലഹരിക്കെതിരെ 24 നടത്തുന്ന പ്രതിജ്ഞാ ക്യാമ്പയിനിൽ പങ്കെടുത്ത് മണിമൂലി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA ജനറൽ ബോഡി PTA പ്രസിഡന്റ് ജൂഡി തോമസ് അധ്യക്ഷനായ യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ബെന്നി മുതൽക്കാലായിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അധ്യാപകർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. മലപ്പുറം അരീക്കോട് MDMA വേട്ട. 100 ഗ്രാമിലധികം MDMAയുമായി പൂവത്തിക്കൽ സ്വദേശി അസീസ് പിടിയിൽ. മയക്കുമരുന്ന് കേസടക്കം ഇയാൾ 20 കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. പത്തനംതിട്ടയിൽ കെട്ടിട നികുതി ചോദിച്ച വില്ലേജ് ഓഫീസർ ഓഫീസിൽ കയറി വെട്ടുമെന്ന് CPIM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി. പത്തനംതിട്ട ഏരിയ സെക്രട്ടറിയാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയത്. വില്ലേജ് ഓഫീസർ പ്രകോപനപരമായി മോശമായും സംസാരിച്ചുവെന്ന് CPIM ഏരിയ സെക്രട്ടറി MV സഞ്ജുവിന്റെ പ്രതികരണം. പത്തനംതിട്ട ആറന്മുള മിനി സിവിൽ സ്റ്റേഷനിലെ കുടിവെള്ള കണക്ഷൻ ജല അതോറിറ്റി വിച്ഛേദിച്ചു. 2,32,829 രൂപ കുടിശ്ശികായതിനെ തുടർന്നാണ് നടപടി. നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും തുക അടച്ചില്ലെന്ന് അതോറിറ്റി അറിയിച്ചു. അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിൽ ത്രിദിന അന്താരാഷ്ട്ര മാധ്യമ പഠന ഗവേഷണ ശില്പശാല തുടങ്ങി. KMRL MD ലോക്നാഥ് ബെഹ്റ IPS ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങൾ നിഷ്പക്ഷമായി പ്രവർത്തിക്കണമെന്ന് ലോക്നാഥ് ബെഹ്റ. തിരുവനന്തപുരത്ത് 8 ഗ്രാം ഹാഷിഷ് ഓയിലുമായി ഒരാൾ പിടിയിൽ. കവടിയാർ സ്വദേശി ജനു തോമസിനെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ പരിസരത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പുറം കുറ്റിപ്പുറത്ത് ജ്വല്ലറിയിൽ തീപിടുത്തം. സ്വർണം ഉരുകുന്ന ഗ്യാസ് ലൈറ്ററിനാണ് തീപിടിച്ചത്. ഗ്യാസ് ലൈറ്റർ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24. 100 ന്യൂസ് തുടരുന്നു. ഇനി നോക്കാം പ്രധാന അറിയിപ്പുകൾ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള രജിസ്റ്റർ ചെയ്യുന്നതിനുമുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. സർട്ടിഫിക്കറ്റ്, സെമസ്റ്റർ പ്രോഗ്രാമുകൾ ഒഴികെയുള്ള കോഴ്സുകൾക്കാണ് തീരുമാനം ബാധകമാവുക. നെടുമ്പാശ്ശേരി VP സത്യൻ മെമ്മോറിയൽ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ്. ഏപ്രിൽ 1 മുതൽ 20 വരെ നടത്തുന്ന ക്യാമ്പിൽ 10 മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഫാർമസി അറ്റൻഡർമാരുടെ ഒഴിവ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 5. പോലീസ് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ട്രാഫിക് ഫൈൻ മെഗാ അദാലത്ത്. ഈ ചലാൻ മുഖേന നൽകിയ ഫൈനുകൾ അടക്കാൻ കഴിയാത്തവർക്ക് പങ്കെടുക്കാം. ഇടപ്പള്ളി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ഈ മാസം 28 വരെയാണ് അദാലത്ത്. ഇനി നോക്കാം ദേശീയ വാർത്തകൾ. മുംബൈ വിമാനത്താവളത്തിലെ ശുചിമുറിയിൽ നിന്ന് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ശുചിമുറിയിലെ വേസ്റ്റ് ബിന്നിലായിരുന്നു മൃതദേഹം. പോലീസ് അന്വേഷണം തുടങ്ങി. മണിപ്പൂരിൽ വൻ ലഹരിവേട്ട. 5.5 കോടി രൂപയുടെ ഹെറോയിൻ പിടികൂടി. 3 പേർ അറസ്റ്റിൽ. ലഹരി മരുന്ന് കടത്താൻ ശ്രമിച്ചത് വാഹനത്തിൽ രഹസ്യറയുണ്ടാക്കി ഒളിപ്പിച്ചു. അതിർത്തി കടന്നുള്ള സഹകരണം ചർച്ച ചെയ്ത് ഇന്ത്യയും ചൈനയും. ബെയ്ജിംഗിൽ ചേർന്ന യോഗത്തിൽ കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തെക്കുറിച്ചും ചർച്ചയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സൈനിക സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ധാരണ. BJPക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ DMK. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫണ്ട് നൽകാത്തതിനെതിരെ ശനിയാഴ്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം. 4034 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്ന് DMK. കർണാടകയിലെ ഹണി ട്രാപ്പ് പരമ്പരയിൽ പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. ക്ഷണിച്ചു വരുത്തുന്ന കെണിയാണ് ഹണി ട്രാപ്പ് എന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഡൽഹിയിൽ 16 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. പ്രായപൂർത്തിയാകാത്ത 3 പേർ അറസ്റ്റിൽ. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് 9ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയത് ഞായറാഴ്ച. BJP തമിഴ്നാട് അധ്യക്ഷൻ K അണ്ണാമലൈ ഡൽഹിക്ക് പോകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ AIADMK അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സഖ്യ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അണ്ണാമലൈ ഡൽഹിയിൽ എത്തുന്നത്. വിവാദ പരാമർശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. 100 ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ 1 മുസ്ലിം കുടുംബത്തിന് എല്ലാ മതാചാരങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടാകും. എന്നാൽ 100 മുസ്ലിം കുടുംബങ്ങൾക്കിടെ 50 ഹിന്ദുക്കൾക്ക് സുരക്ഷിതരായിരിക്കാനാകില്ലെന്ന് യോഗി ആദിത്യനാഥിന്റെ വിവാദ പ്രസ്താവന. ഒഡീഷയിൽ 12 കോൺഗ്രസ് MLAമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധം. അർദ്ധരാത്രി നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. MLAമാരെ സസ്പെൻഡ് ചെയ്തത് നിയമസഭയിൽ സ്ത്രീ സുരക്ഷ ഉയർത്തിയുള്ള കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ. തമിഴ്നാട്ടിലെ യൂട്യൂബർ സാവൂക് ശങ്കറിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി മലിനജലം ഒഴിച്ച കേസിൽ തമിഴ്നാട് CBCID സംഘം 5 പേരെ അറസ്റ്റ് ചെയ്തു. പിടിയിലായവരിൽ 2 സ്ത്രീകൾ.
ഇനി നോക്കാം രാജ്യാന്തര വാർത്ത. കരിങ്കടലിൽ റഷ്യ യുക്രൈൻ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. കരിങ്കടലിൽ എത്തുന്ന കപ്പലുകൾ ആക്രമിക്കില്ലെന്ന് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയെന്ന് വൈറ്റ് ഹൌസ്. നിർണായക ചർച്ചകൾ നടന്നത് സൗദി അറേബ്യയിൽ. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള നിർണായക നീക്കമെന്ന് അമേരിക്ക. ഗസയിൽ ബോംബാക്രമണം തുടരുന്നതിനെ കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് പലസ്തീൻകാർ ഒഴിയാൻ ഇസ്രായേൽ സൈന്യം. 24 മണിക്കൂറിനോട് 23 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഒരാഴ്ചക്കിടെ ഗസയിൽ 270 കുട്ടികൾ കൊല്ലപ്പെട്ടതായി UN. ഇന്ത്യൻ വംശജനായ ജയ് ഭട്ടാചാര്യയെ യുഎസിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഡയറക്ടറായി നിയമിച്ചു. 53-47 സെനറ്റ് വോട്ടോടെ വിജയിച്ച് ജയ് ഭട്ടാചാര്യ സ്ഥാനാർത്ഥി. ദക്ഷിണ കൊറിയയിൽ കാട്ടുതീ വ്യാപിക്കുന്നു. 24 പേർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ. 20-ലധികം പേർക്ക് പരിക്കേറ്റതായും വിവരം. ഹംഗറിയിലെ ഇന്ത്യൻ അംബാസഡറായി അൽഷുബാർ ഗൗറിനെ നിയമിച്ചു. 2001 ബാച്ചിൽ IFS ഓഫീസറാണ് ഗൗർ. ഇന്ത്യയിലെ ഇറച്ചി വ്യാപാരിക്ക് സംരക്ഷണം നൽകിയ അയർലൻഡ് അംഗീകരിച്ചത് മുംബൈ സ്വദേശിയായ വ്യാപാരിയുടെ അഭയാർത്ഥി അപേക്ഷ. അയർലൻഡ് അഭയം നൽകിയത് 2017 ഗോ സംരക്ഷകർ ആക്രമിച്ചതിനെ തുടർന്ന് നാടുവിട്ട വ്യാപാരിയുടെ കുടുംബത്തിന്. സുഷുമ്നാഡി ക്ഷതം സംഭവിച്ചവർക്ക് പ്രതീക്ഷ നൽകി പുതിയ ഗവേഷണം. പക്ഷാഘാതം ബാധിച്ചയാൾ ഒരൊറ്റ കുത്തിവെപ്പിന് ശേഷം വീണ്ടും നടന്നതായി ഗവേഷകർ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ പുതുതായി ഒരു ഭദ്രാസനം കൂടി നിലവിൽ വന്നു. ഓസ്ട്രേലിയയിൽ ക്യാൻബെറ ആസ്ഥാനമായി ഏഷ്യ പസഫിക് എന്ന പേരിലാണ് ഭദ്രാസനം. ഓസ്ട്രേലിയ, സിംഗപ്പൂർ, മലേഷ്യ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ ഉൾപ്പെടും. സുനിത വില്യംസും ബുച്ച് വിൽമോറും അടുത്ത മാസം 1 മാധ്യമങ്ങളെ കാണും. ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിൽ തെരഞ്ഞെടുത്ത മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുമെന്ന് നാസ അറിയിച്ചു. ബെലാറസിന്റെ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പിൽ 5.1 ദശലക്ഷത്തിലധികം വോട്ടുകൾ നേടി വിജയിച്ചു. പാകിസ്ഥാനിലെ കലാട്ടിൽ നടന്ന IED ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ 5 സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണം കലാട്ടിലെ ഹർബോയി പ്രദേശത്ത്. ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ നിന്ന് നേരിയ വർധന. ഇന്ന് പവന് 80 രൂപ കൂടി 65,560 രൂപയെ. 1 ഗ്രാം സ്വർണ്ണത്തിന് 8,195 രൂപയാണ് വില. യൂളർ മോട്ടോഴ്സിൽ നിക്ഷേപമായി ഹീറോ മോട്ടോ കോർപ്പ്. യൂളർ മോട്ടോഴ്സിൽ 525 കോടി രൂപ നിക്ഷേപിക്കാൻ പദ്ധതി. ഇലക്ട്രിക് 3 വീലർ വിപണിയിലേക്ക് കടക്കാനൊരുങ്ങുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഷുഗർ ഫ്രീ കോളകളുമായി വിപണി പിടിക്കാൻ വമ്പൻ ബ്രാൻഡുകൾ. പ്രമുഖ ബ്രാൻഡുകൾ 10 രൂപയ്ക്കുള്ള ചെറിയ കുപ്പികളിൽ കോളകൾ വിപണിയിലെത്തിക്കും. സാംസങ് ഇലക്ട്രോണിക്സ് കോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹാൻ ജോങ് ഹി അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്നു. ഗർഭധാരണം തടയാൻ കുത്തിവെപ്പ് പുതിയ കണ്ടുപിടുത്തവുമായി ഗവേഷകർ. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരുടേതാണ് പുതിയ കണ്ടെത്തൽ. യൂറോപ്പിലെ ടെസ്ല വിൽപ്പനയിൽ ഇടിവ്. പുതിയ ടെസ്ല രജിസ്ട്രേഷനിൽ 49% ഇടിവ് രേഖപ്പെടുത്തി. കടുത്ത മത്സരവും ബ്രാൻഡ് ഇമേജ് പ്രശ്നങ്ങളും കാരണമെന്ന് സൂചന. ആഗോളതലത്തിൽ ടെസ്ലയെ മറികടന്ന ചൈനീസ് ഇലക്ട്രിക് വാഹന ഭീമനായ BYDയുടെ വരുമാനം കഴിഞ്ഞ വർഷം $100 ബില്യൺ കവിഞ്ഞു. പ്ലേ സ്റ്റോറിൽ നിന്ന് 331 അപകടകരമായ ആപ്പുകൾ നീക്കി ഗൂഗിൾ. പരസ്യ തട്ടിപ്പിലൂടെയും ഫിഷിംഗിലൂടെയും ഈ ആപ്പുകൾ ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയതായ റിപ്പോർട്ട്. ഇംഗ്ലണ്ട് ലയൺസിനെതിരായ മത്സരത്തിൽ ഇന്ത്യ A ടീമിലെ സീനിയർ താരങ്ങളും കളിക്കും. ഇംഗ്ലണ്ട് പരമ്പരയുടെ തയ്യാറെടുപ്പായാണ് സീനിയർ താരങ്ങൾ കളിക്കുക. മത്സരത്തിനിടെ ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന ബംഗ്ലാദേശ് മുൻ ക്യാപ്റ്റൻ തമീം ഇക്ബാൽ അപകടനില തരണം ചെയ്തു. തമീമിന് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FCക്ക് ജയം. എതിരില്ലാത്ത 3 ഗോളിന് ശ്രീഭൂമി FCയെ തോൽപ്പിച്ചു. ഫസീല ഗോകുലത്തിനായി ഹാട്രിക് നേടി. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗുരുതര വീഴ്ച. ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിന് ആരുടെയും പേര് നൽകിയില്ല. അവസരം നഷ്ടമായവരിൽ നിലവിലെ ചാമ്പ്യന്മാർ. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ.
ഗിന്നസ് പക്രു നായകനാകുന്ന സിനിമ 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. ചിത്രത്തിൽ മുഴുനീള കഥാപാത്രമായി ടിനി ടോപ്പും എത്തുന്നു. ചിത്രം സംവിധാനം ചെയ്യുന്നത് ആര്യൻ വിജയ്. ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ ഒരുക്കുന്ന നരിവേട്ടയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. മെയ് 16 വേൾഡ് വൈഡ് റിലീസിലെത്തും. സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്നു. എ ഡ്രമാറ്റിക് ഡെത്ത് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. ചിത്രം മെയ് 1 പ്രദർശനത്തിനെത്തും. ചിത്രത്തിന്റെ സംവിധാനം സഹീർ അലി. ലോകത്തിലെ ഏറ്റവും വലിയ CR7 പ്രതിമ പ്രകാശനം ചെയ്തു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ വ്യാജ പ്രചരണം. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ AI നിർമ്മിതമാണ്. നാളെ അറിയാം. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ ട്രാൻസ്ജെൻഡർ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രത്യേക വോട്ടർ രജിസ്ട്രേഷൻ ക്യാമ്പ് നാളെ മുതൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് ക്യാമ്പ്. കൊച്ചി മരട് നഗരസഭാ പരിധിയിൽ നാളെ കുടിവെള്ളം മുടങ്ങും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് ജലവിതരണം തടസ്സപ്പെടുക. നിയന്ത്രണം കുണ്ടന്നൂർ വാട്ടർ ടാങ്കിൽ നിന്നുള്ള വാൽവിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ വള്ളിത്തോട് അയ്യൻകുന്ന് പരിധിയിൽ നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാണ്. കോഴിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ആയുർവേദ തെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നതിനുള്ള ഇന്റർവ്യൂ നാളെ. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുമായി വെസ്റ്റ് ഹിൽ ജില്ലാ ആശുപത്രിയിൽ ഹാജരാകും. കോഴിക്കോട് ജില്ലയിലെ കേളൻമൂല ഉള്ളിയേരി പരിധിയിൽ നാളെ വൈദ്യുതി മുടങ്ങും. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് വൈദ്യുതി നിയന്ത്രണം. പാലക്കാട് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നാളെ. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് മാനേജ്മെന്റ് ഒരുങ്ങുന്നത്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. രാജസ്ഥാനിലെ ജോധ്പൂരിൽ ടിപ്പറും കാറും കൂട്ടിയിടിച്ചു 3 മരണം, 2 പേർക്ക് ഗുരുതര പരുക്ക്. ഹരിയാനയിലെ റോഹ്തക്കിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് യുവതിയെ കൊലപ്പെടുത്തി. അന്വേഷണം തുടങ്ങി പോലീസ്. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി.